ക്ലയൻസ് ഉണ്ടാക്കുന്ന പൈസ അതിന് 100% നമ്മൾ അതിന് വാല്യൂ ദിർഹംസ് ആയിക്കോട്ടെ, 100 ദിർഹംസ് ആയിക്കോട്ടെ, 1000 ദിർഹംസ് ആയിക്കോട്ടെ, മില്യൺസ് ആയിക്കോട്ടെ, അവരിടുന്ന ഓരോ പൈസക്കും അതിൻ്റെതായ വാല്യൂ നമ്മൾ കൊടുക്കണം. പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം, പല ഏജൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്ന് വെച്ചാൽ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് പ്രോപ്പർട്ടീസ് സെല് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ എന്താണോ ഉള്ളത് അത് ഉള്ളതുപോലെ പറയാം. ഇപ്പൊ പ്രോപ്പർട്ടി നടന്നില്ല എന്ന് വിചാരിച്ചാൽ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. കാരണം അത് നിങ്ങൾ നല്ലതിനായിരിക്കും. നിങ്ങളിപ്പോ ഒരു പ്രോപ്പർട്ടി ഒരാളുടെ പേരിൽ ആക്കി വെച്ചെന്ന് വിചാരിക്കുക, നാളെ അതിന് പ്രശ്നം വരുമ്പോൾ തിരിച്ച് നിങ്ങളോട് തന്നെ അവർ ചോദിക്കുക. എനിക്കിപ്പോ ഒരു ഡീൽ നടക്കുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാര്യം സംസാരിക്കും, ഞാൻ ഓപ്പൺ ആയിട്ട് പറയും കാര്യങ്ങൾ. ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് പല മീറ്റിംഗ്സിലും എനിക്ക് എന്തിട്ടുണ്ട്, എന്റെ ഡീൽസ് എനിക്ക് ക്ലോസ് ആവാതെ നിന്നിട്ടുണ്ട്. കാരണം ഞാൻ ഉള്ള ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും, ഇന്നത് നല്ലതാണ്, ഇന്നത് മോശമാണ്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാം. നടന്നാൽ അൽഹംദുലില്ലാഹ് ഹൈർ, നടന്നില്ലെങ്കിൽ അതും ഹൈർ. ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കും നാളത്തെ നല്ല ഡീൽസ് നമ്മളെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ പ്രവാസിയും ഇവിടെ ഉണ്ടാക്കുന്ന പൈസ അവരുടെ ഹാർഡ് ഏൺ മണിയാന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഓരോ ക്ലയൻസ് ആണ്, നിങ്ങൾ ക്ലയൻസ് പൈസ ഉണ്ടാക്കിയാലും നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിൽ ചിന്തിക്കുക. ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ക്ലയൻസ് പറയട്ടെ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയട്ടെ. അവർ കഷ്ടപ്പെട്ട പ്രവാസികളാണെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. റിയാലിറ്റി അവർ എത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മില്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ക്ലയന്റിന്റെ കൂടി ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, അത് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ട് സെല് ചെയ്യാം.